മോസ്റ്റ് വെൽക്കം ടു ജ്യോതിസ് എഡി ടോക്ക്. എല്ലാവർക്കും സ്വാഗതം. വളരെ സുപ്രധാനമായിട്ട് വളരെ കാലികപ്രസക്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ന് ഞാൻ എല്ലാവർക്കുമായിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത്. CBSE ബോർഡ് റിസൾട്ട്സ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. 12th 10th രണ്ടും ഒരേ ദിവസമായിരുന്നു കഴിഞ്ഞ വർഷത്തേതുപോലെ. കഴിഞ്ഞ വർഷം 12/5 അതായത് 12th May 2023 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 13th May ഡേറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. 13th May ആണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. ഇതിന് കുട്ടികൾ മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ സബ്ജക്ട്സ് റീവാലുവേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവാം. ആഗ്രഹിക്കുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളത് കൂടി നമ്മുടെ വിദ്യാർത്ഥികൾ കേൾക്കുക. എന്നിട്ട് തീരുമാനിക്കുക റീവാലുവേഷൻ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. റീവാലുവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീവാലുവേഷൻ ചെയ്യുക തന്നെ ആവാം. ബട്ട് തുടക്കത്തിൽ തന്നെ പറയട്ടെ, റീവാലുവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫൈനലാണ്, ലാസ്റ്റ് സ്റ്റേജാണ് റീവാലുവേഷൻ. ആദ്യം യഥാർത്ഥ റീകൗണ്ടിങ് ആണ്. രണ്ടാമത് ഫോട്ടോ കോപ്പി എടുത്തത് ഒന്നുകൂടെ ചെക്കിംഗ് ആണ്. മൂന്നാമതാണ് റീവാലുവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടൊടുവിൽ മാർക്ക് കുറഞ്ഞാൽ കുറഞ്ഞ മാർക്കായിരിക്കും സർട്ടിഫിക്കറ്റിൽ മാർക്ക് ലിസ്റ്റിൽ പിന്നെ കിട്ടുക. അപ്പോൾ ആദ്യത്തെ മാർക്ക് ലിസ്റ്റ് കുറഞ്ഞാലും കൂടിയാലും വേരിയേഷൻ വന്നില്ലെങ്കിൽ കിട്ടിയ മാർക്ക് ലിസ്റ്റ് തന്നെ സൂക്ഷിച്ചാൽ മതി. അതേസമയം മാർക്കിൽ വേരിയേഷൻ വന്നാൽ either it increases or it decreases, we have to surrender the mark list to the CBSE office. They will give a new one after making the changes. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്ത മാർക്ക് കിട്ടും. അത് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ മാർക്ക് മാത്രമേ കിട്ടൂ. അവിടെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് 5 സബ്ജക്ട്സ്, ഇനി 6th സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ ഏതെങ്കിലും സബ്ജക്റ്റിന് പ്രതീക്ഷിച്ചതിൽ നിന്നും ഒരു വളരെ കുറവ് മാർക്കാണ് വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എല്ലാ സബ്ജക്ട്സിനും 99, 98, 100, 95 എബോവ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ബിലോ 70 അല്ലെങ്കിൽ ബിലോ 60, ഈവൻ ബിലോ 50. മുൻപൊരിക്കലൊരു കുട്ടിക്ക് 53 മാർക്ക് കൂടിയ ചരിത്രമുണ്ട്. 53 മാർക്ക് കൂടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റിന് 42 മാർക്സ് ഉണ്ടായിരുന്ന ആൾ 95 മാർക്സായിട്ട് കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ മാർക്ക് കൂടും എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക. അത്രയധികം വാല്യുവേഷനിൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടായിരുന്നു, അഥവാ കൗണ്ടിങ്ങിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ്സ് ഓരോന്നായിട്ട് പറയുകയാണ്. ഏതായാലും 13th റിസൾട്ട് വന്നു. 4th ഡേ എന്ന് പറയുമ്പോൾ 16th 20th ഉള്ളിൽ ആദ്യത്തെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് 5 days 5 ദിവസത്തിനകത്ത് മാത്രമേ ഈ റീവാലുവേഷൻ പ്രോസസ്സിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേജായിട്ട് 500 rupees അടയ്ക്കേണ്ടത്. ഓരോ കുട്ടിയും 500 rupees അടയ്ക്കണം. എത്ര സബ്ജക്ട്സ് വേണമെങ്കിലും റീവാലുവേഷൻ ചെയ്യാം. ആ സബ്ജക്ട്സിൻ്റെ എണ്ണം കുട്ടികൾക്ക് തീരുമാനിക്കാം. ഒരിക്കൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ റോൾ നമ്പർ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ 5 days ഉണ്ടെങ്കിലും ഫസ്റ്റ് ഡേ അപ്ലൈ ചെയ്തു, 2nd ഡേയോ 3rd ഡേയോ 4th ഡേയോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേയോ കരുതുകയാണ് രണ്ടാമതൊരെണ്ണം കൂടെ അപ്ലൈ ആവുന്ന കഴിയില്ല. ഒരിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ തീരുമാനിക്കണം എത്ര സബ്ജക്ട്സിന് അപ്ലൈ ചെയ്യണമെന്നുള്ളത്. ഒരുമിച്ച് തന്നെ അപ്ലൈ ചെയ്യണം. ഒരു സബ്ജക്റ്റിന് 500 rupees വീതം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്യണം. ഇത് കുട്ടികൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ആവശ്യം വേണ്ടുന്ന ഹെൽപ്പ് അതാത് സ്കൂളുകളുടെ ടീച്ചേഴ്സിൽ നിന്ന്, പ്രത്യേകിച്ച് IT ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചേഴ്സിൽ നിന്ന് ആവശ്യമെങ്കിൽ ഹെൽപ്പ് ചോദിക്കാം. ഏതായാലും ആദ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പേഴ്സ് റീകൗണ്ടിങ്ങിന് വേണ്ടി CBSE
അതോറിറ്റീസ് ടീച്ചേഴ്സിനെ, പല സ്കൂളുകളിലുള്ള ടീച്ചേഴ്സിനെ കുട്ടികളുടെ പേരോ അല്ലെങ്കിൽ പേരൊരിക്കലും ഇല്ലല്ലോ, അതല്ല റോൾ നമ്പർ ഒന്നും ഇല്ല കാണാത്ത രീതിയിൽ ഫസ്റ്റ് പേജ് മാറ്റിയതിന് ശേഷമാണ് ആൻസർ പേപ്പേഴ്സ് റീകൗണ്ടിങ് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരാവുന്ന മിസ്റ്റേക്സ്, ആൻസർ ഷീറ്റ്സിൽ വാല്യൂ ചെയ്ത സമയത്ത് റൈറ്റ് സൈഡിൽ ആണ് സ്പ്ലിറ്റ് അപ്പ് മാർക്സ് കൊടുക്കുക. അത് ആഡ് ചെയ്ത് മാർജിൻ്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കണം. അത് കൂട്ടി എഴുതിയിട്ടില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആദ്യം പറഞ്ഞൊരു സാഹചര്യത്തിൽ അതാണ് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ മാർക്ക് കൂട്ടി എഴുതിയിട്ടുണ്ടോയെന്ന് വെരിഫൈ ചെയ്യുകയാണ് ആദ്യം. അത് കഴിഞ്ഞ് ടോട്ടൽ മാർക്സ് 70 മാർക്സിൻ്റെ പേപ്പർ ആണെങ്കിലും 80 മാർക്സിൻ്റെ പേപ്പർ ആണെങ്കിലും ഏതായിരുന്നാലും ടോട്ടൽ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള മാർക്സ് ആഡ് ചെയ്തിട്ടുള്ളതിൽ മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരിക്കൽ കൂടി ആഡ് ചെയ്ത് നോക്കുന്ന പ്രോസസ്സ് മാത്രമാണ് ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യാറുള്ളത്. അതിൽ വ്യത്യാസം വന്നാലും ഇല്ലെങ്കിലും രണ്ടാമത് സെക്കൻഡ് സ്റ്റേജായിട്ട് നിങ്ങൾക്ക് ആദ്യത്തേത് വെരിഫിക്കേഷനാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വെരിഫിക്കേഷനാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പിയാണ്. ആൻസർ ഷീറ്റ്സ് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിനുവേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എത്ര സബ്ജക്റ്റ് ഉണ്ടോ ഒരു സബ്ജക്റ്റിന് 700 റുപ്പീസ് ആണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഫോട്ടോ കോപ്പി കുട്ടികൾക്ക് അത് അവരവർ കൊടുക്കുന്ന മെയിലിൽ അവരവരുടെ ആൻസർ ഷീറ്റ്സിൻ്റെ കംപ്ലീറ്റ് പേജസിൻ്റെയും കോപ്പി നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ കഴിയും. അത് അതാത് കുട്ടികൾ അതാത് സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സുമായിട്ട്, അവരുടെ സ്കൂളിലെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ടീച്ചേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ ആവശ്യമെങ്കിൽ വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ ആൻസർ ഷീറ്റ്സിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ എഴുതിയിരിക്കുന്നത് വാല്യൂ ചെയ്തിട്ടുണ്ടോ, മാർക്ക് ഇട്ടിട്ടുണ്ടോ, ആ മാർക്ക് ഇട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യം. ഇട്ടിട്ടില്ല എങ്കിൽ അത് വാല്യൂ ചെയ്യാനുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അഥവാ ഇട്ടിട്ടുണ്ട്, മാർക്ക് ഇട്ടിട്ടുണ്ട്, ആ മാർക്ക് ഇട്ടിട്ടുള്ളതിൽ മാർക്ക് പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു കാര്യം ഓർക്കുക, MCQന് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. MCQന് ഒരിക്കലും റീവാല്യുവേഷൻ ഇല്ല, റീകൗണ്ടിങ് ഒന്നുമില്ല. മാർക്ക് ഇടാതെ ഉണ്ടെങ്കിൽ മാത്രമേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് MCQ ഉൾപ്പെടെ ബാക്കിയുള്ളത് എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ആൻസേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻ്റെ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ വാല്യൂ ചെയ്തിട്ടുണ്ടോ, മാർക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കും. മാർക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോട്ടോ കോപ്പിയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്തി തേർഡ് സ്റ്റേജായിട്ട് നിങ്ങൾക്ക് റീവാല്യൂഷൻ, ലാസ്റ്റ് സ്റ്റേജാണ് റീവാല്യൂഷൻ. ആ സമയത്ത് നിങ്ങൾക്ക് ഓരോ ആൻസർ ഷീറ്റ്സിൻ്റെയും എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം, റീവാല്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെടാം. ഒരു ക്വസ്റ്റ്യന്, ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യന് 100 റുപ്പീസ് വെച്ച് അടയ്ക്കണം. അത് ഏത് സബ്ജക്റ്റും ആവട്ടെ, ആ സബ്ജക്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യന് 100 റുപ്പീസ് വീതം നിങ്ങൾ ഓരോരുത്തരും പേ ചെയ്യേണ്ടതായിട്ട് വരും. 5, 6, 3, 2 ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് 100 റുപ്പീസ് അടച്ച് റീവാല്യുവേഷൻ അപ്ലൈ ചെയ്യാം. അത് കഴിയുമ്പോൾ സബ്ജക്റ്റ് എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വീണ്ടും ബോർഡ് ഓഫീസിൽ വിളിച്ചു വരുത്തി ആ ആൻസർ ഷീറ്റ്സ് മാർക്കെല്ലാം തന്നെ മാസ്ക് ചെയ്യും. റീവാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിന് മുൻപിട്ടിരുന്ന മാർക്കൊന്നും തന്നെ കാണാൻ കഴിയില്ല. ഈ വാല്യൂ ചെയ്യേണ്ട ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിൻ്റെ മാർക്ക് മാസ്ക് ചെയ്തിട്ടുണ്ടാവും. അതിന് പുതുതായിട്ട് ടീച്ചേഴ്സ് മാർക്കിംഗ് സ്കീം അനുസരിച്ച് വാല്യൂ പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ വാല്യൂ ചെയ്യും. വാല്യൂ ചെയ്ത് ഫൈനൽ റിസൾട്ട് വരുമ്പോഴേക്കും മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എത്ര സബ്ജക്റ്റിന് അപ്ലൈ ചെയ്യണമെന്നുള്ളതും ആ സബ്ജക്ട്സിന് അർഹിക്കുന്നതിനെക്കാട്ടിലും 10, 15, 20 മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഇനി അതല്ല, എല്ലാ സബ്ജക്ട്സിനും 90 എബോവ് ഉണ്ട്, 100 ഉണ്ട്, 99 ഉണ്ട്, 98 ഉണ്ട്. അതേസമയത്ത് 91, 92 ഉള്ളൂ, 3, 4, 5, 7, 6 മാർക്ക് കൂടുതൽ കിട്ടാൻ അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങളും കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസ, കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ആശംസ നേരുന്നു.
അപ്ലൈ ചെയ്യണമെന്നുള്ളവർക്ക് ഈ പറയുന്ന ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ദിവസം 5 ദിവസത്തിനകത്ത് അപ്ലൈ ചെയ്യണം. രണ്ടാമത് ആൻസർ ഷീറ്റ്സ് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യേണ്ടത് 19th 20th മാത്രമേ ഉള്ളൂ. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് 19th ഡേ ആൻഡ് 20th ഡേ, അതായത് 13-ാം തീയതി അപ്ലൈ നമുക്ക് റിസൾട്ട് വന്നു, അതിൻ്റെ അനുസരിച്ച് 31-1-ാം തീയതിയോ ആയിട്ട് വരും. 31 മെയ് അല്ലെങ്കിൽ 1-ാം തീയതി ജൂണുമായിട്ട് വരും, അല്ലെങ്കിൽ 1-ാം തീയതി 2-ാം തീയതിയാണ് കൗണ്ട് ചെയ്ത് നോക്കുക. ആ 2 ദിവസം മാത്രമേ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് 700 rupees അടച്ച് ആൻസർ ഷീറ്റ്സ് എടുക്കാനായിട്ട്, ഫോട്ടോ കോപ്പി കിട്ടാനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയൂ. അടുത്തത് 24th ഡേയും 25th ഡേ ആണ്. റിസൾട്ട് പബ്ലിഷ് ചെയ്ത 13th ആണ്. അതും അന്ന് മുതൽ 24th ഡേയും 25th ഡേയും ഈ 2 ദിവസങ്ങളിൽ മാത്രമേ വിൻഡോ ഓപ്പൺ ആവുള്ളൂ. ആ ദിവസം വേണം അപ്ലൈ 100 rupees ഓരോ ക്വസ്റ്റിനും വേണ്ടിയിട്ട് അടച്ച്, ഓരോ സബ്ജക്റ്റിൻ്റെയും എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് വീണ്ടും റീവാലുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഒരിക്കൽ ചെയ്യുന്നതിൽ രണ്ടാമത് ചെയ്യാൻ പറ്റില്ല. ആ 2 ദിവസം മാത്രമേ വിൻഡോ ഓപ്പൺ ആവുള്ളൂ, അന്ന് മാത്രമേ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡേയ്സ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. ഇനി ആദ്യം തന്നെ എത്ര സബ്ജക്റ്റിന് വേണമെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് സ്റ്റേജിൽ ആദ്യത്തെ ഈ 5 ദിവസത്തിനകത്ത് അപ്ലൈ ചെയ്യാത്തവർക്ക് ആർക്കും സെക്കൻഡ് സ്റ്റെപ്പോ തേർഡ് സ്റ്റെപ്പോ ചെയ്യാനും കഴിയില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്താൽ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം, സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തവർക്ക് മാത്രം തേർഡ് സ്റ്റെപ്പിലേക്കും പോകാം. താങ്ക് യു.